അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എവിടെയായിരുന്നേ? ദിസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു. 9ാമത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോവാം. സോ ഇത് നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ് തന്നെയാണ്. ഇഫ് Q01 ഈസ് ആൻ പോയിന്റ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം, ഇനി നമ്മൾ നേരത്തെ ഒരെണ്ണം ചെയ്തു, അതെന്തായിരുന്നു? നമ്മളെടുത്ത പോയിന്റ് ഇറ്റ്സ് എ പോയിന്റ് ഓൺ എന്താണ്? പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്നാണ് എടുത്തത് അല്ലേ? പോയിന്റ് ഓൺ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. സോ ദാറ്റ് ടൈം വി ഹാവ് ടേക്കൺ ആൻ ആർബിട്രറി പോയിന്റ് ഓൺ എക്സ് ആക്സിസ്. വാട്ട് ഈസ് ദ നൈം? How do you actually put that coordinates of that point? An arbitrary point which was taken from that x axis. എങ്ങനെയാണ് നമ്മൾ എടുത്തത്? കോർഡിനേറ്റ്സ് x0 അല്ലേ? അടുത്ത പോയിന്റ് ഓൺ ഇതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ട ആ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ചെറിയ ഡീവിയേഷനിൽ ചോദിക്കുക. പോയിന്റ് ഓൺ y axis ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ടു അതർ പോയിന്റ്സ്. അങ്ങനെ ചോദിക്കാം. എ ബി എന്ന് പറയുന്ന y ആക്സിസിലെ ഒരു പോയിന്റിൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ട് അതിൽ ഏതെങ്കിലും മിസ്സിംഗ് ആക്കി ചോദിക്കാം. അല്ലെങ്കിൽ ഈവൻ ദ കോർഡിനേറ്റ്സ് ഓഫ് വാട്ട് പോയിന്റ് ഓൺ y ആക്സിസ് തന്നെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ ഡു യു ടേക്ക് ദ പോയിന്റ് ഓൺ y ആക്സിസ്, an arbitrary point on y ആക്സിസ്? എന്തായിരിക്കും അതിന്റെ കോർഡിനേറ്റ്? 0y. വെരി ഗുഡ്. അപ്പൊ 0y എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ കോർഡിനേറ്റ്സ് ഓൺ വാട്ട്? പോയിന്റ് ഓൺ ദ y ആക്സിസ്. അപ്പോൾ ഇവിടെ നമുക്ക് 0y എന്നുള്ള ഒരു ആർബിട്രറി പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ പ്രൊസീജിയർ പോകും. ഇനി ഇത് രണ്ടും അല്ലാതെ ഇപ്പൊ എക്സ് ആക്സിസിലോ y ആക്സിസിലോ അല്ലാതെ നമുക്കൊരു പോയിന്റും ചോദിക്കാമല്ലോ. അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് Q01 ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം P5 -3 ആൻഡ് R x6, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x. Also find the distances QR and PR. അപ്പൊ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുക there is a point. എന്താണ്? നമ്മുടെ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഒരു മിനിറ്റ്. Okay. So we have the Cartesian plane ആണ്. Cartesian planeൽ we have taken one point. Let it be Q. Q01 is a point on the Cartesian plane. So there are two other points on the same plane. എന്താണ്? P ഉം R ഉം. So P and R are two other points on the same plane such that their coordinates are given as 5 -3 and x6. So we can see that there is an unknown in this particular coordinate, which is that the coordinate of x, x coordinate is missing in that point R. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? Find the value of x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Also find the distances QR and PQ, and it is possible only when you know the value of x. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? QR ഉം PQ ഉം നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. We know it is given that the distance from Q to P and Q to R are equal. അല്ലേ? Q01 is equidistant from these two other points P and R. ഈ QP and QR are equal distances. Let it be some A. എന്നാൽ ഇതും എന്ത് തന്നെയായിരിക്കും? A തന്നെയായിരിക്കും. A യൂണിറ്റ് ആണെങ്കിൽ ഇവിടെയും A യൂണിറ്റ് ആയിരിക്കും. സോ നേരത്തെ നമ്മൾ എടുത്ത രണ്ട് പ്രോബ്ലത്തിൻ്റെയും പ്രത്യേകത, we have taken that point Q on x axis or y axis. അപ്പോൾ എക്സ് ആക്സിസിലോ y ആക്സിസിലോ ഉള്ള പോയിന്റ് ആയിട്ടാണ് നമ്മൾ ഏതിനെ എടുത്തത്? ക്യൂവിനെ നമ്മൾ പ്ലേസ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ക്യാൻ ബി എനിവെയർ ഓൺ ദറ്റ് കോർഡിനേറ്റ്. ഇറ്റ്സ് നോട്ട് റെസ്ട്രിക്റ്റഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ലെറ്റ്സ് ചെക്ക്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ആദ്യം? Find the distance PQ. What is the distance PQ? Or but we know since these distances are equal, PQ is equal to, what you can say, QR you can say, or PQ square is equal to QR square, correct? Then what is the distance PQ? PQ square.
PQ square കണ്ടുപിടിച്ചിട്ട് equate ചെയ്താൽ പോരെ? Tell me, what is the formula for determining the distance PQ? PQ. എന്താണ് distance formula? x1 minus x2 the whole square plus y1 minus y2 the whole square, which is equal to root of x1 minus x2, 0 minus 5 the whole square plus 1 minus negative 3 the whole square, which is equal to negative 5 the whole square plus 1 plus 3, 4. 4 the whole square. ശരിയല്ലേ? What is that? Root of 25 plus 16. What it is? It's equal to root. Oh, sorry. Actually, എന്താ വേണ്ട? നമുക്കിവിടെ സ്ക്വയർ റൂട്ട് വേണ്ട അല്ലേ? സോറി, നമുക്ക് സ്ക്വയർ റൂട്ട് വേണ്ടല്ലോ. വേണോ? സ്ക്വയർ റൂട്ട് സൈൻ വേണ്ട, ബിക്കോസ് വി ഹാവ് ടേക്കൺ എന്താണ് സ്ക്വയർ ഓഫ് പി ക്യു, ദ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എടുത്തേക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ 5 സ്ക്വയർ പ്ലസ് 25 പ്ലസ് 16 എത്ര വരും? 41. അപ്പോൾ ഇനി 41 പി ക്യു സ്ക്വയർ കിട്ടി. വാട്ട് അബൌട്ട് പി ആർ സ്ക്വയർ, ക്യു ആർ സ്ക്വയർ? വാട്ട് ഈസ് ക്യു ആർ സ്ക്വയർ? ടെൽ മി. ഇറ്റ് ഈസ് ഈക്വൽ ടു ഓഫ് അഗൈൻ എന്താണ് ക്യു ആർ സ്ക്വയർ? x minus 0 the whole square plus 6 minus 1 the whole square, which is equal to x square plus 6 minus 1 the whole square is 5 square, which is equal to x square plus 25. So that means these two squares are same. P QR square is equal to what? PQ square. So what you can say? X square plus 25 is equal to 25 plus 16, or 41 also you can write. So this 25 get cancelled. What you get to x square is equal to 16 and x is equal to square root of 16. So what it can be? X is equal to plus 4 or minus 4. The value of x can be either plus 4 or minus 4, and that is possible also. കാരണം ഇതൊരു സിമെട്രിക് ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? This can be on the other side of the PQ also. Either side of the PQ, this r can be placed on the either side of the PQ. അപ്പോൾ അതുകൊണ്ട് ഈ എക്സിന്റെ വാല്യൂ അങ്ങനെ വരാം, രണ്ട് രീതിയിലും വരാം. ഓക്കെ, ഒരു സിമെട്രിക്കൽ വാല്യൂ വരാം. അപ്പോൾ അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് 4 എന്നുള്ള രണ്ട് വാല്യൂ ചൂസ് ചെയ്യപ്പെടുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, അടുത്തത് സർ, ആ ക്വസ്റ്റ്യനിൽ ലെങ്ത് ഓഫ് പി ആർ കണ്ടുപിടിക്കാറുണ്ട്. ഒരു മിനിറ്റ് നോക്കട്ടെ. ലെങ്ത് ഓഫ് പി ആറും ലെങ്ത് ഓഫ് പി ആർ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പോൾ ഇവിടെ ഇതൊന്ന് നോക്കിയേ. ഈ പി ക്യു സ്ക്വയറിൻ്റെയും പി ആർ സ്ക്വയറിൻ്റെയും ലെങ്ത് ഓഫ് ഏതാ ചോദിച്ചേക്കുന്നത്? പി ആർ അല്ലേ? നമുക്കിവിടെ എത്ര കിട്ടിയേ? പ്ലസ് ഓർ മൈനസ് 4. നമുക്ക് ഈ എന്താണ് നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് നോക്കൂ. നിങ്ങൾക്ക് അപ്പോൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വാല്യൂസ് സെയിം ആയിരിക്കും, ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. എന്താ കാര്യം? സിമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും പി മുതൽ ആർ വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് 4 യൂസ് ചെയ്ത് കിട്ടുന്നതും മൈനസ് 4 യൂസ് ചെയ്ത് കിട്ടുന്നതും സെയിം ആയല്ലേ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ വരുന്നത്? ആണോ? നോക്കിയോ? നോക്കട്ടെ, ഒരു മിനിറ്റ്. സോ ഇവിടെ 4 ഓർ -4 ആണ് വരുന്നത്, അല്ലേ? ബട്ട് ഡിഫറെൻ്റ് ഇറ്റ് ഈസ്. പി ആർ ഓൺ ദ അതർ ഹാൻഡ് ഈ ഡിസ്റ്റൻസ് വരുമ്പോൾ 5 minus -3 സോറി, പി ആർ കണ്ടുപിടിച്ച് പി ആർ സ്ക്വയർ is equal to 5 minus -4
the whole square plus -3 minus 6 the whole square. അല്ലേ? That is 5 plus 4 എത്ര വരും? 9. 9 square plus 9 square വരും. It is equal to 81 9 root 2. അല്ലേ? Am I right? 9 root 2 അല്ലേ? അല്ലേടേ? 9 root 2. അടുത്ത PR by taking ഇതത് 4 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് മാറുന്നു. 5 minus 4 the whole square plus 9 square തന്നെ. So that means 1 square plus 9 square 82 root. Okay. 6 4 6 -4 കൊടുത്തു. 5 minus 4 5 plus 4 ആണല്ലോ. Yeah, distances are different അല്ലേ? Distances അതാരാ? അത് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആരാ? മ്യൂട്ട് യുവർ മൈക്ക്. ആരാ അത്? ഇവിടെ നോക്കിയേ, ഈ 6 let us check the distances from these points same or not. അതാണല്ലോ ഇമ്പോർട്ടൻറ്റ്. ഏത്? ക്യൂവിൽ നിന്ന് ആറിലേക്കും ക്യൂവിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. QR എത്ര വരുന്നത്? 0. ആദ്യം -4 minus 0 the whole square plus then 6 minus 1 the whole square. Correct? So it is 16 plus 5 25. That is root 41 തന്നെ വരുന്നു. Okay, if you are taking -4. And what about when you take it as +4? +4 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4 minus 0 the whole square plus 6 minus 1 the whole square. That is again 5 square which is equal to root 41. Yeah, that means അവർ ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ആ ഒരു geometrical construction കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ടല്ല. The distances from these points are actually found as same. It may or may not be symmetric. ഞാൻ symmetric എന്ന് പറഞ്ഞു, അത് അങ്ങനെ ഒരു എക്സെപ്ഷൻ ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് നോട്ട് സിമെട്രിക് ബിക്കോസ് ദിസ് ഡിസ്റ്റൻസസ് ആർ നോട്ട് സെയിം. ഈ പിയും ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. അങ്ങനെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്. വെൻ യു ടേക്ക് x is equal to 4 or x is equal to -4, the distance from Q to this point R, it remains as same. That only they gave. എന്താ കണ്ടീഷൻ എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഡിസ്റ്റൻസ് മാറുന്നില്ലല്ലോ. ബിക്കോസ് പി ക്യൂവിൻ്റെ ഡിസ്റ്റൻസ് സെയിം ആണ്. 41 റൂട്ട് 41 തന്നെ ആയിരിക്കും ഓൾവേസ്. കാരണം പി ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ പി ഈസ് നോട്ട് ചേഞ്ച്ഡ്. ഇവിടെ ചേഞ്ച് വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? ക്യൂ എന്ന് ആർ എന്ന് പറയുന്ന പോയിന്റിനാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ആറിൻ്റെ നമ്മൾ രണ്ട് വാല്യൂവും എക്സ് കോർഡിനേറ്റിന് രണ്ട് വാല്യൂ കൊടുക്കുമ്പോഴും ദ ഡിസ്റ്റൻസ് ഫ്രം ക്യൂ ടു ആർ റിമെയിൻസ് ആസ് സെയിം. സോ ദാറ്റ്സ് വാട്ട് ദേ ഗേവ് ദ കണ്ടീഷൻ. എന്താണ്? ഇറ്റ് ഈസ് ഇക്വി ഡിസ്റ്റന്റ് ഫ്രം വാട്ട്? പി ആൻഡ് ആർ. So when you give the value of x as -4 or +4, it actually not affecting the distance from the point Q. അപ്പോൾ അതുകൊണ്ട് this condition is true and the value of x can be -4 and 4 because നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ it is symmetric ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഒരു പെർസെപ്ഷൻ ആയിരുന്നു. So this is true only. Is that okay? Okay ആണോ? Yes sir. Okay. ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്? Find the relation between x and y such that the point xy is equidistant from the point 36 and -34. Okay. ഈ 36ൽ നിന്നും -34ൽ നിന്നും ഇക്വിഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് xy. They are asked to find the relationship between this x and y. Yeah. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ രണ്ട് പോയിന്റ് ഉണ്ട്.
ഇതും. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ഒക്കെ സെയിം ആണ്. വി ഹാവ് എ പോയിന്റ് സം പി എക്സ് വൈ ഈസ് ടേക്കൺ which is equidistant from two other points. Let A and B are the two other points. They are 3, 6 and -3, 4. So ഇത് രണ്ട് പോയിന്റും equidistant from P and B അല്ലേ. അപ്പോൾ ബിയിൽ നിന്നും എയിൽ നിന്നും equidistant ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് നമ്മളെടുത്ത് പറയുകയാണ് വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദിസ് എ ആൻഡ് ബി, എക്സ് ആൻഡ് വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. സോ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് യു മസ്റ്റ് ഹാവ് എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് വാല്യൂസ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുക? യു യൂസ് ദ ഡിസ്റ്റൻസ് ഫോർമുല. ഫൈൻഡ് വാട്ട് ഈസ് പി എ സ്ക്വയർ, വാട്ട് ഈസ് പി, ബിക്കോസ് വി നോ പി എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ബി സ്ക്വയർ ആണല്ലോ. ഇഫ് ഇറ്റ് ഈസ് എ യൂണിറ്റ് ദിസ് ഇസ് ഓൾസോ എ യൂണിറ്റ്. ദാറ്റ്സ് വാട്ട് ദേ ഗിവ്. എന്താ പറയുക, ഇക്വി ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ദീസ് ടു. അപ്പോൾ പി എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? സോറി, എന്താ വരുന്നത്? What is PA square? It is x minus 3 the whole square plus y minus 6 the whole square. So what is that? X square minus 6x plus 9 plus y square minus 12x plus 36. So x minus 3 the whole square plus y minus 6 the whole square എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ശരിയല്ലേ? സോ ഇറ്റ്സ് അഗൈൻ കറണ്ട് പോവാൻ സമയം. ഹലോ 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 ഹലോ, ആ കേൾക്കാമോ? ഓക്കെ ഓക്കെ, ശരി. ഇവിടെ കറണ്ട് പോയത് ഞാൻ എൻ്റെ മൊബൈലിൽ നിന്നാണ് എടുത്തേക്കുന്നത് നെറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? പറയുന്നത് ക്ലിയർ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9 പ്ലസ് വൈ സ്ക്വയർ മൈനസ് 12x പ്ലസ് 36. വാട്ട് ഈസ് ദാറ്റ്? എക്സ് സ്ക്വയർ. കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ല? മൈനസ് 12y പ്ലസ് 36. എക്സ് സ്ക്വയർ മൈനസ് 6x മൈനസ് 12y 36 പ്ലസ് 9 എത്ര വരും? 45. ദിസ് ഈസ് വാട്ട് അബൌട്ട്. കേൾക്കുന്നില്ല? ക്ലിയർ അല്ല? ഹലോ, എങ്ങനെ? ആണോ? ഒരു മിനിറ്റ്, ഇപ്പൊ കാണാവോ? ഇപ്പൊ പ്രസന്റ് ചെയ്ത് കാണാവോ? കാണാവോടെ? ഹലോ, പ്രസന്റ് ആയില്ലേ? ഇപ്പോ പ്രസന്റ് ആയില്ല? നോ. ആണോ? ഇപ്പോഴോ? No sir. ഞാനൊരു കട്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. എന്താടി? ശരി ശരി. ഇപ്പം ഷെയർ ആയടെ? ഷെയർ ആയില്ല?
ഇപ്പോഴും ഷെയർ ആയിട്ടില്ല? No, sir. ഇല്ല സാർ. ഓക്കെ, എവിടെ നമ്മൾ പഠിപ്പിച്ച് നിർത്തി എന്തായിരുന്നു? ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 6x മൈനസ് 12y പ്ലസ് 45. ഓക്കെ, അതുപോലെ തന്നെ പി ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വാട്ട് ഈസ് പി ബി സ്ക്വയർ? എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് y minus 4 the whole square. What is x square? X plus 3 the whole square? X square plus 6x plus 9 plus y square minus 8y plus 16. അപ്പോൾ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 6x minus 8y 16 plus 9 is again it is 25. Correct? So since we know these distances are same, what you can say, PA square is equal to PB square, which means x square plus 6x minus 8y plus 25 is equal to x square minus 6x. y square ഇല്ലേ? I am sorry, y square ഇവിടെ എഴുതാൻ വിട്ടുപോയി. പ്ലസ് വൈ സ്ക്വയർ ഇവിടെ ഉണ്ട് അല്ലേ? ശരിയല്ലേ? മൈനസ് 6x മൈനസ് 8y മൈനസ് 12y minus 12y then plus 45 plus y square. Okay, y square get cancelled. ഇവിടെ ഒരു y square ഉണ്ടല്ലോ. Both the y squares get cancelled and x square is also cancelled. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ 6x minus 8yയും 12yയും എന്ത് വരും? It become minus 4y അല്ലേ? Minus 8y and minus 12y, it is minus 4y. Then 25 and 45, it become 20. Correct? 6x and minus 6x, it together 12x. That is 12x plus 4y equal to 20 എന്ന് വരും. ശരിയല്ലേ? ശരിയാണോടെ? Yes, sir. അപ്പോൾ 12x plus 4y is equal to 20 ആണെങ്കിൽ what is, നമുക്ക് 4 കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? 3x plus y equal to 5. അപ്പോൾ ഇതാണ് അവൻ്റെ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് എ ലീനിയർ ഫോം ഓഫ് വാട്ട് മീൻസ് ഇക്വേഷൻ. ആ ലീനിയർ ഇക്വേഷൻ ആണ് അവിടുത്തെ. കാരണം ഈ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കറസ്പോണ്ടിംഗ്ലി യു ഗെറ്റ് എ വൈ which actually gives you the corresponding point which is equidistant from A and B. അപ്പോൾ equidistant from A and B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you get a lot of points, infinitely many points you get. മനസ്സിലായില്ലേ? അതെങ്ങനെ നമ്മളിതിനെ ഇങ്ങനെ ഇതെന്താ ഈ പണ്ടാരെ പറഞ്ഞ കണക്ക് ഈ സറൗണ്ടിങ്സിലെല്ലാം നമുക്ക് അതിനെ ദർശയാക്കാൻ പറ്റും. അതിങ്ങനെ മൂവ് ചെയ്യിച്ച് പോകുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ് മൂവ് ചെയ്യിക്കുക? ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകാമല്ലോ. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക, ലോക്കസ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സി ആക്ച്വലി ഡു യു നോ വൈ ഇറ്റ് ഈസ് ആക്ച്വലി എ സ്ട്രെയിറ്റ് ലൈൻ? എന്താ ഇത് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ അല്ലേ? ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? 3x plus y is equal to 5 എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടിയത്? ഞാൻ പറഞ്ഞു എങ്കിലും എന്തുകൊണ്ടാണ് അതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് കിട്ടിയത് നിങ്ങൾക്ക്? പറയാമോ? ഞാൻ ആദ്യം ഇങ്ങനെ കാണിച്ചെങ്കിലും ഇതിൻ്റെ കാരണം ഇതാണ്. നോക്ക്, ഈ പോയിന്റ് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഒരു പോയിന്റ് കണ്ടുപിടിച്ചൂടെ? ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഈക്വിഡിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെയും ഇങ്ങനെ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലോക്കസ് ഓഫ് എ പോയിന്റ് എന്നുള്ളത്. ഇതെന്താ കിട്ടുന്നത് ശരിക്കും? വാട്ട് ഈസ് ദിസ്? ഇതെന്തായിരിക്കും? വാട്ട് ഈസ് ദിസ്? ഇതെന്താ ഈ കിട്ടിയത്? ഈ പോയിന്റുകളെല്ലാം തന്നെ ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. ഏത്? ഈ വരച്ചിരിക്കുന്ന ലൈൻ ഒരു പറഞ്ഞു.
എനിക്ക് സ്ക്രീൻ ആണെങ്കിൽ സ്റ്റക്കായിട്ട് കാണുന്നു. മോളെ അതൊന്ന് പുറത്തിറങ്ങിയിട്ട് കയറി നോക്ക്, അപ്പോൾ കിട്ടും കേട്ടോ മോളെ. ഓക്കെ സാർ. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾ കണ്ടോ ഈ പോയിന്റ്സുകളുടെ പ്രത്യേകത എന്താ? ഓൾ ദീസ് പോയിന്റ്സ് ആർ ഇക്വി ഡിസ്റ്റന്റ് ഫ്രം ദിസ് എ ആൻഡ് ബി എന്ന് വരണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദിസ് എക്സാക്ട്ലി? ഇതൊരു ബൈസെക്ടർ ആകട്ടെ, എന്തായിരിക്കും അത്? അതെന്താടേ ഈ വരച്ചിരിക്കുന്നത്? എന്താ കണ്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ഇത് വരച്ചിരിക്കുന്നത് എന്താ? ഞാൻ വരച്ചിരിക്കുന്നത് ഈ വരച്ചിരിക്കുന്നത് എന്താടേ? ആരുമില്ലേ പറയാൻ എന്താണെന്ന്? ഇറ്റ് ഇസ് എ ലൈൻ. ഒരു ലൈൻ അല്ലേ? ഇതൊരു ലൈൻ അല്ലേ കുട്ടികളെ? ഈ പോയിന്റ്സുകളുടെ ലോക്കസ് എന്താണ്? ലോക്കസ് ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഹൗ ഡു യു ഡിഫൈൻ എ സർക്കിൾ? ക്യാൻ എനിബഡി ടെൽ മീ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ സർക്കിൾ? എന്താണ് സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് സർക്കിൾ അറിയണ്ടേ? വാട്ട് യു മീൻ ബൈ സർക്കിൾ? സർക്കിൾ ഈസ് എന്താ? ലോക്കസ് ഓഫ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ ഇക്വി ഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് എന്നാണ്. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നും തുല്യ ദൂരത്തിലുള്ള പോയിന്റുകളുടെ ഒരു കൂട്ടമാണ്. ഹൗ മെനി സച്ച് പോയിന്റ്സ് ആർ there? There are infinitely many points. കണ്ടോ? So that's why it is called a circle. Similarly here also its locus of points which are equidistant from 2 points. അല്ലേ? അപ്പോൾ 2 പോയിന്റിൽ നിന്നും തുല്യ ദൂരത്തിലുള്ള പോയിന്റുകളുടെ കൂട്ടമാണ്. അപ്പോൾ അവിടെ ആ റിലേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. സോ ഇറ്റ്സ് റെപ്രസെന്റ്സ് എ ലൈൻ. സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് എ ലൈൻ. അതാണല്ലോ, ശരിയല്ലേ? പ്രാക്ടിക്കലി വെൻ യു ചെക്ക് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് എ ലൈൻ. കണ്ടോ? ഇറ്റ് ഈസ് എ ലൈൻ. ഈ ലൈൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ഈ പ്രത്യേകത ലൈൻ്റെ? what type of line is that? Means in relation with this angle APB എന്ന് പറയുന്ന ആംഗിളിനെ വെച്ച് ബേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? ആംഗിൾ ബൈസെക്ടർ. ഇറ്റ് ഈസ് ആൻ ആംഗിൾ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് തന്നെ അതൊരു ലൈനാണ്. ആ ലൈനിന്റെ ഇക്വേഷൻ ആണ് കിട്ടിയത്. ഇതാണ് അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദീസ് ഫാക്ട്സ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? സംശയമുണ്ടോ? ഓക്കെ. അടുത്ത സോറി ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഓഫ് അവർ ടോപ്പിക്. ഓക്കെ ഓക്കെ ഇതിൽ കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കട്ടെ, ഞാൻ അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിനെ കുറിച്ചിട്ടൊന്നും ഡിസ്കസ് ചെയ്തില്ല. 3 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഈസ് ഫോംഡ്, ലൈക്ക് ഇൻ ദ കേസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ സ്പെഷ്യൽ ട്രയാങ്കിൾ ഈസ് ഫോംഡ് ഓർ നോട്ട്, അത് ചെക്ക് ചെയ്യാൻ പറയാം. ഇത് ഈക്വിലാറ്ററൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. സ്കെയിലിൻ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അപ്പോൾ അവിടെ എല്ലാം നിങ്ങൾക്ക് അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ യു എന്ത് ചെയ്യും? ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ, ദെൻ എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഓഫ് ദ ട്രയാങ്കിൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ടു ഗെറ്റ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ദ സൈഡ്സ് ദാറ്റ് യു ഹാവ് ആക്ച്വലി ഫൗണ്ട് മസ്റ്റ് ബി സെയിം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം യെസ് ഇറ്റ്സ് എ സൈഡ്സ് ഓഫ് എൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇനി പിന്നെ ഈ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഐസോസലസ് ആവണമെങ്കിൽ 2 സൈഡെങ്കിലും തുല്യമായിരിക്കണം. അപ്പോൾ 2 സൈഡ് തുല്യമാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ. സോ അത് സിമിലർ ടു ദ ക്വസ്റ്റ്യൻ വി ഡിസ്കസ്ഡ്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂടുതൽ പറയാതെ പോയത്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. വി ഹാവ് നമ്മൾ കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഞാനത് ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കുന്നുള്ളൂ. ഞാനൊരു ലൈൻ എടുക്കുക. ടേക്കിംഗ് വൺ ലൈൻ ഹിയർ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഈ സാധാരണ ഒരു ലൈൻ അത്രേ കൊടുത്തുള്ളൂ. ഞാൻ അതിൻ്റെ 2 കോർഡിനേറ്റ്സും കൊടുത്തു. x1 y1 b x2 y2. How many points are there between this A and B? അറിയാമോ? There are infinitely many points. അതിലൊരു സംശയം വേണ്ട. How many points are there എന്ന് വെച്ച് കഴിഞ്ഞാൽ you can say that infinitely many points exist in this line.
A and B. So among this line, among these points, I just took one point here. ഒരു പോയിന്റ് ഞാൻ എടുത്തു. Let it be P. ഈ ടോട്ടൽ ലെങ്ത് ഒരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു പോയിന്റ് ലൈൻ സെഗ്മെന്റ്. ഞാൻ എ പിയുടെ ലെങ്ത് ഞാൻ നോക്കിയപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ്. പി ബിയുടെ ലെങ്ത് ഞാൻ നോക്കിയപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ്. നിങ്ങൾ ഇതിൽ നിന്ന് എന്ത് പറയും? ഈ പോയിന്റ് പി ശരിക്കും എന്താ സംഭവിച്ചത്? ഈ പോയിന്റ് പി എന്ന് പറയുന്നത് കൊണ്ട് എ ബിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഈ പോയിന്റ്, ബൈ ദ പോയിന്റ് പി, what happened to the line segment AB? എ ബിയിൽ പി എന്ത് കാര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു? പറയാവോ? ഈ പി എന്ന് പറയുന്ന പോയിന്റിന് എന്താ സിഗ്നിഫിക്കൻസ് പറയാവോ? AB രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ്. Very good, very good. That divide this AB into 2 parts. Correct? 2 part ആയിട്ട് ആര് ഡിവൈഡ് ചെയ്തു? പി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതൊരു പാർട്ട് എ പി എന്ന് പറയുന്ന ഒരു പാർട്ടും പി ബി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടുമായിട്ട് ആര് ഡിവൈഡ് ചെയ്തു? ദിസ് എ ബി ഈസ് ഡിവൈഡഡ് ബൈ ദ പോയിന്റ് പി. സോ അവിടെ നമുക്ക് മനസ്സിലായി പി ഡിവൈഡ്സ് എ ബി ഇൻറ്റു 2 പാർട്സ്. ഇറ്റ് ഇസ് നോട്ട് ഈക്വലി ഡിവൈഡഡ്. കാരണം എന്താ? ഇവിടെ 2 സെൻറ്റിമീറ്ററും ഇവിടെ 3 സെൻറ്റിമീറ്ററും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഈക്വലി ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞേനെ? ഇപ്പൊ പി എന്ന് പറയുന്നത് ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ, ഓ ഇതും ഇതും തുല്യ ഭാഗങ്ങളാണ്. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 ആണ്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെയും 5 ആണ്. യു ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഇൻ ദ റേഷ്യോ 1:1 എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഈക്വലി, ഇറ്റ് ഈസ് നോട്ട് ഡിവൈഡഡ് ഈക്വലി. അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു റേഷ്യോ നമ്മൾ പറയണമെങ്കിൽ, കാരണം ഇത് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഉറപ്പാണ്, അപ്പോൾ there is a ratio between these points. അപ്പം നമ്മൾ ഇത് എന്ത് ചെയ്യണം? യു ഹാവ് ടു ഐഡൻറ്റിഫൈ എത്ര ഈക്വൽ പാർട്സ് ഇൻ എ ബി സോ ദാറ്റ് ഈ എ പി ബൈ പി ബി എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ 1 സെൻറ്റിമീറ്ററിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ഓരോ പാർട്ട് മുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്ര പാർട്ടാവും? 1 സെൻറ്റിമീറ്ററിൻ്റെ പാർട്ട് മുറിച്ച് കഴിഞ്ഞാൽ എത്ര പാർട്ടായി? ഹൗ മെനി പാർട്സ് ആർ ഹിയർ ഇൻ എ ബി? 5 പാർട്ട്. അതിൽ പി എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും പറഞ്ഞ എ ബിയെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഇവിടെ 2 പാർട്ടും ഇവിടെ എത്ര പാർട്ടും? 3 പാർട്ട് അല്ലേ? സോ നമ്മൾ പറയും ദിസ് പി ഡിവൈഡ്സ് അല്ലേ? പി ഡിവൈഡ്സ് എന്താണ്? ലൈൻ സെഗ്മെന്റ് എ ബി ഇൻ ദ റേഷ്യോ എന്താണ്? 2:3 അല്ലേ? 2:3. 2/3 ആണല്ലോ 2:3 എന്ന് പറയുന്നത്. അപ്പോൾ 2:3 എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ പോയിന്റ്, അതായത് ഈ ലൈൻ സെഗ്മെന്റ് എ ബിയെ പി എങ്ങനെ ഡിവൈഡ് ചെയ്തു? 2:3 ഫോമിലാണ് ഡിവൈഡ് ചെയ്തത്. യെസ് ഓർ നോ? ഇതിപ്പോ 10 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ ഇതിനെ എങ്ങനെ 1 സെന്റിമീറ്ററിന്റെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര എണ്ണം വരും? ഇവിടെ എത്ര? 4 വരും, ഇവിടെ 6 വരും. അപ്പൊ നമ്മൾ പറയും 4/6. പക്ഷെ നമുക്കറിയാം റേഷ്യോസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം. അപ്പോഴും നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക? 2/3. നമ്മൾ പറയും 2:3 റേഷ്യോ ആണെന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഞാൻ ഇതെന്തുകൊണ്ട് ഇത് വ്യക്തമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ റേഷ്യോ 2:3 എന്ന് എഴുതുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദിസ് പാർട്ട് ഈസ് ഓഫ് 2 യൂണിറ്റ് ആൻഡ് ദിസ് പാർട്ട് ഈസ് ഓഫ് 3 യൂണിറ്റ്. കാരണം എന്താ? ഇറ്റ് മേ ബി ഓഫ് 4/6 ഫോം. ആ കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്തിട്ട് കിട്ടിയതായിരിക്കാം ഏത്? 2/3. അപ്പം നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല when somebody says you what this p divides the line segment AB in the ratio 2:3 എന്ന് നിങ്ങളുടെ അടുത്ത് ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. എ പിയുടെ ലെങ്ത് എത്രയാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല 2 സെന്റിമീറ്ററും പി ബിയുടെ ലെങ്ത് എത്രയാണെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല 3 സെന്റിമീറ്ററും ആണെന്ന് ഉറപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്താ?
റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എപ്പോഴും എന്താണ് ആ ഫ്രാക്ഷൻ്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുന്ന ഫ്രാക്ഷനാണ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ഇറ്റ് മേ ബി ഓഫ് ദ ഫോം 4/6 മീൻസ് ഇവിടെ 4 സെൻറ്റിമീറ്റർ ഇവിടെ 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ 8/12 ആയിരിക്കാം. മനസ്സിലായില്ലേ? നമുക്കറിയത്തില്ലല്ലോ. മേ ബി 8 സെൻറ്റിമീറ്റർ ബൈ 12 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഇതായിരിക്കും. അത് നമുക്ക് എപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുക? വെൻ യു നോ ദ ടോട്ടൽ ലെങ്ത്. When you know the total length, it's easy for us to determine each of its parts length. അല്ലേ? അല്ലാതെ നമുക്ക് റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പാർട്ടിൻ്റെ ലെങ്ത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? റേഷ്യോ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പാർട്ടിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുക? ഫോർ എക്സാമ്പിൾ ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ 2:3. 30 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്. സോ വാട്ട് അബൌട്ട് ഈച്ച് പാർട്ട്? എങ്ങനെ കണ്ടുപിടിക്കും? 2x plus 3x is equal to 30. Very good. 2x plus 3x is equal to 30. That is 5x is equal to 30 or x is equal to 30 by 5. Correct? Which is equal to 6. അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ x കൊണ്ട് ഈ 2നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 2 into 6 ആയിരിക്കും ഒരു പാർട്ട് 12, 3 into 6 ആയിരിക്കും മറ്റേ പാർട്ട് 18. So this is one method. അതല്ല എങ്കിൽ നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? 2 divided by 2 plus 3 into എന്തായിരിക്കും? 30 ആയിരിക്കും 2ൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 3 divided by 2 plus 3 into 30. അത് ഇതിൽ നിന്ന് തന്നെയാണ് നമ്മളത് ഈ മെത്തേഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ എന്താ 2/5 into 30 ആൻഡ് ഇതാണെങ്കിലോ 3/5 into 30. എന്താ കാര്യം? ഈ എഴുതിയിരിക്കുന്നതാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. എന്താ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം പറയാമോ? ആർക്കെങ്കിലും പറയാമോ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്? ഞാനവിടെ 2 divided by 2 അപ്പോൾ 2/5 into 10 3/5 into 30 ഞാൻ എഴുതി. എന്താ അതിൻ്റെ അർത്ഥം? ആർക്കും അറിയില്ല. ഫ്രാക്ഷൻസ് നമ്മൾ ചില കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാലേ നമുക്ക് പഠിക്കാനും പറ്റുള്ളൂ. ഇനി അങ്ങോട്ടും എപ്പോഴും എവിടെയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ 2/5 into 10 എന്ന് ഞാൻ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? അല്ല 30 എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് അർത്ഥം? ഇവിടെ നിങ്ങൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോഴത്തേക്ക് തന്നെ പഠിച്ച കാര്യമല്ലേ? അതായത് AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ 2:3 എന്ന റേഷ്യോയിൽ P ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? P കാരണം ഡിവൈഡ് ചെയ്യപ്പെട്ട ഈ ലൈനിനെ നമ്മൾ 5 പോർഷൻസ് ആക്കിയാൽ, 5 പോർഷൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ പോർഷൻസ് അല്ല. എന്ത് പോർഷൻസാ? ഈക്വൽ പാർട്സ്. അതായത് ഈക്വൽ പോർഷൻസ്, 5 ഈക്വൽ പോർഷൻസ്. ഒരു കേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ 5 ഈക്വൽ ആക്കി മാറ്റിയിട്ട് അതിൽ 2 പാർട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറയും ദിസ് ഈസ് ആക്ച്വലി വാട്ട് വി കോൾഡ് ആസ് 2/5 ഓഫ് ദ ടോട്ടൽ. യെസ് ഓർ നോ? അല്ലേ? മൊത്തം കേക്കിന്റെ 2/5 ഭാഗമാണ് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലേ? അതുപോലെയാണ് 2:3 റേഷ്യോയിൽ P ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ABയെ 5 തുല്യ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തു. വി ഡിവൈഡഡ് ദിസ് ലൈൻ സെഗ്മെന്റ് AB into 5 ഈക്വൽ പാർട്സ് ഔട്ട് ഓഫ് വിച്ച് 2 പാർട്സ് ആർ AP. AP എന്ന് പറയുന്നത് എത്ര പാർട്ടാ? 2 പാർട്സ് ഓഫ് ദ ടോട്ടൽ. ടോട്ടൽ എത്രയാ? 5 പാർട്ടിൽ 2 അല്ലേ? So that's why it is called 2/5 of AB. 2/5 of AB. And what about PB? PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? What is PB in this? മൊത്തം 2:3 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മൊത്തം എത്ര പാർട്ട് എന്നുള്ളത് എന്ത് ചെയ്താൽ 2 + 3 എടുത്താൽ മതി. 5 പാർട്ടായിരിക്കും. 7:5 എത്ര പാർട്ടിൽ ഡിവൈഡ് ചെയ്യേണ്ടി വരും? അതിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും കുട്ടികളെ? 12 parts. 12 പാർട്സ് അല്ലെ? 12 പാർട്സിൽ ഇത് 7 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ 7/12 ഓഫ് ദ ടോട്ടൽ. മറ്റേതാണെങ്കിൽ 5/12 ഓഫ് ദ ടോട്ടൽ അല്ലെ? ഇവിടെ PB എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ PB ഈസ് 3/5 ഓഫ് AB ആയിരിക്കും. ശരിയല്ലേ? ശരിയാണോ? Yes, sir. ഓക്കെ.
അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2-3 കോൺസെപ്റ്റ്സാണ് ഞാനിവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു പാർട്ടീഷൻ പ്ലെയിനിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ലൈൻ എടുത്തു. ആ ലൈൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. എന്താണ് കോർഡിനേറ്റ്സ്? കോർഡിനേറ്റ്സ് ഓഫ് ദ ലൈൻ നമുക്കറിയാം. എന്താ? വി ഹാവ് ടേക്കൺ ഇറ്റ് ആസ് സം എ x1 y1 ബി x2 y2 എന്ന് നമ്മൾ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മളോട് അതിനകത്തൊരു പോയിന്റ് നമ്മൾ കണ്ടെത്തുക. ലെറ്റ് P be a point on this line segment AB, and we identified that this P divides this line segment AB in the ratio 3:2. അപ്പോൾ P എന്ന് പറയുന്നത് ഇത് 3 പാർട്ടും, അതായത് 3/5 ഓഫ് ദ ടോട്ടൽ ഇതും ഇനി വേറൊരു റേഷ്യോയിലാക്കാം. ഇതിപ്പോൾ ഇത് കൂടുതലല്ലേ, അപ്പോൾ നമുക്ക് 2 അത് തന്നെ എടുക്കാം. 3:2 3:2 റേഷ്യോയിൽ ആര് P ഡിവൈഡ് ചെയ്തു എന്ന് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്താണ്? x1 y1 x2 y2 എന്നൊക്കെ പറയുന്നത് എന്താ? ദാറ്റ് മീൻസ് മേ ബി നോൺ കോർഡിനേറ്റ്സ് ഓഫ് വാട്ട് ദിസ് പർട്ടിക്കുലർ ലൈൻ സെഗ്മെന്റ്. ഈ ലൈൻ സെഗ്മെന്റിന്റെ എൻ പോയിന്റ്സ് ആണ്. അത് മാത്രവുമല്ല, അതിന്റെ തന്നിട്ടുള്ള നോൺ കോർഡിനേറ്റ്സ് ആണ് x1 y1 x2 y2. അപ്പൊ ഇവിടെ തന്നിട്ടില്ലാത്തത് എന്താ? ഇവിടെ തന്നിട്ടില്ലാത്തത് എന്താ? ലെങ്ത് ഓഫ് AB. ലെങ്ത് ഓഫ് AB കണ്ടുപിടിക്കാമല്ലോ. x1 y1 x2 y2 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് AB കണ്ടുപിടിച്ചൂടെ? അത് തന്നിട്ടില്ലാത്ത ഇവിടെ നമുക്ക് കണ്ടെത്താൻ ആഗ്രഹം ഉണ്ടാകുന്നത് എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഇതിന്റെ ലെങ്ത് അറിയാം, AB-യുടെ ലെങ്ത് എനിക്ക് അറിയാം 40 ആണെന്ന് അറിയാം. AP/PB അറിയാം 3/2. അങ്ങനെയാണെങ്കിൽ AP-യുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അല്ലേ? കാരണം എന്താ? 3/5 ഇൻറ്റു എത്ര? 40 എടുത്തു കഴിഞ്ഞാൽ AP-യുടെ ലെങ്ത് കിട്ടും. 24 യൂണിറ്റ് ആയിരിക്കും AP-യുടെ ലെങ്ത്. അപ്പോൾ ബാക്കിയായിരിക്കും PB-യുടെ ലെങ്ത്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രശ്നമില്ല. അപ്പം മറ്റെന്തായിരിക്കും ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ആങ്സൈറ്റി ഉണ്ടാക്കുന്ന സാധനം? ആലോചിച്ച് നോക്കൂ. കോർഡിനേറ്റ്സ് ഓഫ് P. വെരി ഗുഡ്. കോർഡിനേറ്റ്സ് ഓഫ് P എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കാരണം അത് കണ്ടുപിടിച്ച ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമുക്ക്. എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ P-യുടെ കോർഡിനേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് we have so many arithmetical calculations to determine what is AP, length of AP and what is length of PB and all. Okay, I admit that. പക്ഷെ ചില സമയത്ത് ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? ഒരു ഫ്രാക്ഷൻ വരും. ആ ഫ്രാക്ഷൻ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസസ് വരാം. ലൈക്ക് 3 അല്ലെ 7 ഒക്കെ വരുന്ന സമയത്ത് ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ഒക്കെ കിട്ടും. അപ്പോൾ എക്സാക്ട് ആയിട്ട് ഒരു യൂണിറ്റ് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് P ഇവിടെയാണെന്ന് നമുക്ക് മാർക്ക് ചെയ്യാനൊന്നും പറ്റണമെന്നില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിസൈസ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഒരു ഓപ്ഷനാണ്, ഇഫ് യു നോ ദ കോർഡിനേറ്റ്സ് ഓഫ് P you can easily plot it on that line. അല്ലേ? കോർഡിനേറ്റ്സ് ഓഫ് P അറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ലേ? പറ്റൂലേ? യെസ് ഓർ നോ? പറ്റൂലേ? അപ്പൊ അത് നമ്മുടെ മുന്നിൽ ഒരു സമസ്യയായിരുന്നു. കാരണം നമുക്ക് നമ്മുടെ ആങ്സൈറ്റിയെ ക്ലിയർ ചെയ്യുന്നത് അത് ഇത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇതിന്റെ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോർഡിനേറ്റ് ഇങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. യെസ് ഓർ നോ? അല്ലെ? മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? കാരണം എന്താ? വി നോ ദിസ്. ഇപ്പൊ നമുക്കറിയാം മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് ഈ മിഡ് പോയിന്റ് ഏതായിരിക്കും, അതിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സിന്റെ നെസസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കണ്ടെത്താനുള്ള ഒരു അൺനോൺ ഫാക്ടർ ഏതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ബൈ വിച്ച് ദിസ് പെർട്ടിക്കുലർ ലൈൻ സെഗ്മെന്റ് ഈസ് ഡിവൈഡഡ്. ഈ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടെത്തണം.
അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. ആക്ച്വലി ദ ഡെറിവേഷൻ ഈസ് റിക്വയർഡ് ഇൻ തിയറി എക്സാം. പക്ഷേ ഇപ്പം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, എങ്കിലും ഞാൻ വേണമെങ്കിൽ പറയാം. സെക്ഷൻ ഫോർമുല നമ്മളപ്പോൾ ആദ്യം പഠിച്ച ഫോർമുല ഏതാ? ഡിസ്റ്റൻസ് ഫോർമുല. അതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. മനസ്സിലായില്ലേ? ഡിസ്റ്റൻസ് ഫോർമുലയുടെ പർപ്പസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ സെക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പർപ്പസ്, ഇപ്പം നമ്മൾ പറയുന്ന പർപ്പസ് എന്താ? If you know the coordinates of the endpoints of the line segment and the ratio by which a point divides this line segment, then you can find the coordinates of the point on it. ഈ ഡിവൈഡ് ചെയ്ത ആ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഫോർമുലയാണ് സെക്ഷൻ ഫോർമുല. മനസ്സിലായോ? ഈ സെക്ഷൻ ഫോർമുല എന്താണെന്ന് മനസ്സിലായോ കുട്ടികളെ? എന്താണ് സെക്ഷൻ ഫോർമുല എന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആണോ? എന്തിനാണ് സെക്ഷൻ ഫോർമുല എന്ന് മനസ്സിലായോ? അതാണ് അത്യാവശ്യം. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമ്മൾ മുന്നോട്ട് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് സെക്ഷൻ ഫോർമുല എന്ന് മനസ്സിലാക്കണം. എന്തിനാണ് സെക്ഷൻ ഫോർമുല? കോർഡിനേറ്റ്സ് ഓഫ് ദാറ്റ് പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഈ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ വേണം. ഏതൊക്കെയായിരിക്കും നമുക്ക് തന്നിരിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെ തന്നിരിക്കണം? ടു ഗെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എന്തൊക്കെ തന്നിരിക്കണം? നിങ്ങൾ ഒന്ന് പറഞ്ഞേ. Coordinates of the endpoints of that line. Very good. Line segment. Line segmentന്റെ end pointsന്റെ coordinates തന്നിരിക്കണം. Number 1. Second one. What is the second point required? Ratio by which the point P divides this line segment. ഏത് റേഷ്യോയിലാണ് ഈ പോയിന്റ് പി ഏതിനെ ഡിവൈഡ് ചെയ്യുന്നത്? ഈ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. കാരണം ആ റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അപ്പോൾ ആ റേഷ്യോ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഏതൊക്കെയാ? ഒന്ന് റേഷ്യോയും മറ്റൊന്ന് കോർഡിനേറ്റ്സ് ഓഫ് ദി എൻഡ് പോയിന്റ്സ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് മൂവ് വേറെ ഇതെടുക്കാം. ഇതിൻ്റെ പ്രൂഫ് വേണോ? എന്നാലും പറഞ്ഞേക്കാം, മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് വേറെ പല സ്ഥലത്തും ഉപയോഗിക്കാം. ഇനി നേരത്തെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിനകത്ത് ഇതിപ്പോൾ റേഷ്യോ കണ്ടുപിടിക്കാനും ആ സെക്ഷൻ ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ഇതിനിടയ്ക്ക് പറയാം. പ്രൂഫ് പഠിപ്പിക്കുമ്പോൾ പറയാം. സോ ഇവിടെ തന്നെ സോറി, ഞാനൊരു ലൈൻ സെഗ്മെൻ്റ് എടുത്തു. അതിന് പേര് AB എന്ന് കൊടുത്തു. ഇതിൻ്റെ കോർഡിനേറ്റ്സ് x1 y1 എന്നും ഇവിടെ x2 y2 എന്നും എടുത്തു. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is a point here, let it be, ഈ പോയിന്റ് ആണെന്ന് വെച്ചു. അവിടെ കിടക്കട്ടെ. ഡിവൈഡ്സ് ദിസ് ലൈൻ സെഗ്മെന്റ്, ലെറ്റ് ഇറ്റ് ബി സം p xy. നമുക്ക് അറിഞ്ഞുകൂടാ. അവർ എയിം ഈസ് ടു ഗെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ് xy. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് സം m1:m2 എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് പാർട്ട് AP ഈസ് m1 ആൻഡ് ദിസ് പാർട്ട് PB ഈസ് m2. മനസ്സിലായല്ലേ? m2 എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇറ്റ് ഈസ് നോട്ട് ദ ലെങ്ത് ഓഫ് AP. അത് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇത് ഈ m1 എന്ന് പറയുന്നത്
ഈ ലെങ്ത് എ പിയുടെ ലെങ്ത് അല്ല. പകരം അതിനെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോഴത്തേക്ക് ലൈക്ക് ഇപ്പോൾ 4/6 ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 4, ഇറ്റ് മേ ബി 2. അപ്പോൾ അങ്ങനെയാണ് M1:M2 നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ M1:M2 ഫോമിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെ നമ്മൾ ഇതിനൊരു കോർഡിനേറ്റ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും? എന്തെങ്കിലും ഇവിടെ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കും. അതിൻ്റെ കോൺസെപ്റ്റ് ഒരു ചാപ്റ്റർ ഉണ്ട്, ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത? നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചല്ലോ. ട്രയാങ്കിൾസ് നമ്മളെ പഠിപ്പിച്ചില്ലേ ഞാൻ? എന്താണ് ട്രയാങ്കിൾസിൽ നിങ്ങൾ എന്താ പഠിച്ചത് കഴിഞ്ഞ വർഷം? എന്താണടേ? പെട്ടെന്ന് പറ. ട്രയാങ്കിൾസിൽ നിങ്ങൾ എന്താ പഠിച്ചേ? പഠിപ്പിച്ചില്ലേ നിങ്ങളെ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രയാങ്കിൾസിൽ എന്താ പഠിപ്പിച്ചേ? നിങ്ങൾ പറയൂ കുട്ടികളെ പെട്ടെന്ന്. കോൺഗ്രുവൻസി. കോൺട്രുവൻസിയാ പഠിപ്പിച്ചത്. ഞാൻ കോൺട്രുവൻസി പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു, കോൺട്രുവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വി ആർ ഐഡന്റിഫൈയിങ് എ ട്രയാങ്കിൾ വിച്ച് ഈസ് ഈക്വൽ ടു ദ ഗിവൺ വൺ. അതാണ് സംഭവം. കാരണം കോൺട്രുവൻസി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ എന്താ? ഇക്വാലിറ്റിയാ. ബട്ട് വൈ ഡിഡ് യു യൂസ് ദ വേർഡ് കോൺട്രുവൻസി ഇൻസ്റ്റെഡ് ഓഫ് ഇക്വാലിറ്റി ടു ഡിറ്റർമിൻ ദ ഇക്വാലിറ്റി ബിറ്റ്വീൻ ടു ട്രയാങ്കിൾസ്? അതിന്റെ റീസൺ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. എന്താണ് റീസൺ? എന്താണ് കോൺട്രുവൻസി കേസിൽ നമ്മൾ എന്തുകൊണ്ട് കോൺട്രുവൻസി എന്നുള്ള വാക്ക് ഉപയോഗിക്കപ്പെടേണ്ടി വന്നു? എന്താ റീസൺ? ദിസ് ഈസ് ആക്ച്വലി ഇക്വാലിറ്റി ഓൺലി അല്ലേ? രണ്ട് ട്രയാങ്കിൾ എടുത്ത് രണ്ടും തുല്യമാണ് എന്ന് നമ്മൾ പറയുന്നതാണല്ലോ കോൺട്രുവൻസി എന്ന് പറയുന്നത്. Then why did you go for a new term called congruency in that? അത് ഞാൻ പറഞ്ഞിരുന്നു. എന്താ കാര്യം? ആരുമില്ല, ആരും ഓർക്കുന്നില്ല. എന്താണ് കോൺട്രുവൻസി എന്ന് പറഞ്ഞാൽ? ഈക്വൽ ആൻഡ് സിമിലർ. അതായത് when you compare the geometrical shapes, their size is not alone to be compared. കാരണം സൈസ് മാത്രം കമ്പയർ ചെയ്താൽ പറ്റത്തില്ല. കാരണം സൈസ് എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ഏരിയ ആണ് അല്ലെ? ഏരിയ മേ ബി ഈക്വൽ. ഇപ്പൊ ഒരു ട്രയാങ്കിളിനും റെക്ടാങ്കിളിനും ഒക്കെ ഏരിയ സെയിം ആയിട്ട് വരാം. ബട്ട് ഈസ് ദാറ്റ് സെയിം? രണ്ടും സെയിം ആവോ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സൈസും ഷേപ്പും നമുക്ക് കമ്പയർ ചെയ്യപ്പെടേണ്ടി വരുന്നു ഒരു ജോമെട്രിക്കൽ ഫിഗറിന്. അതാണ് പ്രശ്നം. ബോത്ത് എന്താണ്? സൈസ് ആൻഡ് ഷേപ്പ് ആർ ടു ബി കമ്പയർഡ്. അപ്പൊ ഈ രണ്ട് സാധനവും കമ്പയർ ചെയ്യണം. അപ്പൊ രണ്ട് സാധനവും കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വന്നു? ദ നോർമൽ ഈക്വൽ വാല്യൂ എന്നുള്ള ആ ഈക്വൽ സിമ്പൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വന്നു. അവിടെയാണ് വി ആക്ച്വലി have a different mechanism called congruency, where we compare both its size and shape. If ഇത് രണ്ടും തുല്യമാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പറയുള്ളൂ? ഈ ട്രയാങ്കിൾസ് കോൺട്രുവന്റ് ആണെന്ന് പറയുള്ളൂ. അപ്പൊ അതിന്റെ സിമ്പിൾ തന്നെ ഇങ്ങനെയായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലേ? അതിന്റെ സിമ്പിൾ തന്നെ എന്തായിരുന്നു? ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ബോത്ത് സൈസ് ആൻഡ് ഷേപ്പ്. ഇതായിരുന്നല്ലോ അതിന്റെ സിമ്പിൾ. ഓർമ്മയുണ്ടോ കോൺട്രുവൻസിയുടെ സിമ്പിൾ? Yes sir. What this equal sign indicates? Size. ഇത് സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. വാട്ട് അബൌട്ട് ദിസ് വൺ? ഈ സിമ്പിൾ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഷേപ്പിനെ അല്ലേ? ഈ ഷേപ്പിനെയും സൈസിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഈ രണ്ട് സിമ്പിളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കോൺട്രുവന്റ് അഥവാ കോൺട്രുവൻസ് എന്നുള്ള ഈ റിലേഷൻ നമ്മൾ ഫോം ചെയ്തത്. അതിനകത്ത് ഈ റിലേഷൻ ഉണ്ടല്ലോ, ഷേപ്പിനെ ചെയ്യുന്ന, അതിന്റെ പേരാണ് സിമിലർ എന്നുള്ള ആ സിമ്പിളിന് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഉള്ളതാണ്, നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളതാണ്. ഈ സിമിലാരിറ്റി ബിറ്റ്വീൻ ട്രയാങ്കിൾസ് നിങ്ങൾക്കുള്ള ചാപ്റ്റർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെടുക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഇതെടുത്തിട്ട് അതിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മാത്രമേ ആ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇറ്റ് നീഡ് നോട്ട് ബി ഈക്വൽ ആവണമെന്നില്ല. പകരം എന്തായാൽ മതി? സെയിം ഷേപ്ഡ് ആയാൽ മതി. ലൈക്ക് ഇപ്പൊ ട്രയാങ്കിൾ എല്ലാം ഷേപ്പ് സെയിം അല്ലേ, 3 സൈഡ് ഉള്ളതല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. അല്ല. ഇപ്പൊ നോക്കിയേ, ഞാൻ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു ട്രയാങ്കിൾ. ഈ ഷേപ്പ് ആണോ ഇങ്ങനെ വരയ്ക്കുന്ന ട്രയാങ്കിളിന്? രണ്ട് ഷേപ്പ് അല്ലേ?
അല്ലേ അല്ലേ ആമേ റൈറ്റ്? അപ്പോൾ ട്രയാങ്കിൾസ് തന്നെ ഡിഫറെൻറ്റ് ഷേപ്സിൽ ഉള്ള ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പം ഈ ട്രയാങ്കിൾസ് എപ്പോഴാണ് രണ്ടും ഒരേ ഷേപ്പിലാണ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ലോജിക്ക്. അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് സെയിം ആയിരിക്കണം. ദേ ഷുഡ്. കുറേ കണ്ടീഷൻസ് ഉണ്ട്. നമ്മളവിടെ ഈ സിമിലാരിറ്റി കണ്ടീഷൻസ് ക്രൈറ്റീരിയസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ മറ്റേ കോൺടുവൻ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തതുപോലെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലൊന്നാണ് എന്ത്, ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ. ഇങ്ങനെ ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും PQR എന്ന് പറയുന്ന മറ്റൊരു ട്രയാങ്കിളും, വി കോൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ. ഞാനത് മൊത്തത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൾഡ് സിമിലർ ഇഫ്, ഇത് ഒരു കണ്ടീഷനാണ്, AB by PQ is equal to BC by QR is equal to AC by PR, and angle B is equal to angle Q, angle A is equal to angle P, angle C equal to angle R. ഇത്രയും സംഭവിക്കണം. നമുക്കറിയാം AB by PQ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 വന്നാൽ, അതായത് AB ഈക്വൽ ടു PQ, BC ഈക്വൽ ടു QR, AC ഈക്വൽ ടു PR ആയിരുന്നുവെങ്കിൽ അതെന്തോ ആയി മാറും? ഈ കണ്ടീഷനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി മാറും? കോൺഗ്രുവന്റ് ആയി മാറും. അപ്പൊ ഇവിടെ ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഇവിടെ 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ 10 സെന്റിമീറ്റർ ആണെങ്കിൽ അത് മതി, 5/10. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്ററും ഇവിടെ 8 സെന്റിമീറ്റർ ആയാൽ മതി. ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 12 സെന്റിമീറ്റർ ആയാൽ മതി. എന്നാൽ ഈ രണ്ട് ട്രയാങ്കിളും എന്തായിക്കോളും? സിമിലർ ആയിക്കോളും. അതായത് ദ റേഷ്യോ ബിറ്റ്വീൻ ദിയർ കറസ്പോണ്ടിങ് സൈഡ്സ് മസ്റ്റ് ബി സെയിം. ദേ ആർ ഷുഡ് ബി ഇൻ ദ സെയിം റേഷ്യോ. അപ്പൊ ആ ഒരു ഫ്രീഡം നമുക്കുണ്ട്. അങ്ങനെ ഒരു ഫ്രീഡം ഉള്ള ഒരു പ്രോസസ്സാണ്. ഈക്വൽ ആവണമെന്ന് നിർബന്ധമല്ല. ഈക്വൽ ആയാൽ അതെന്തായി മാറും? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആവും. അപ്പൊ ഇവിടെ ഈക്വൽ ആവുന്നില്ല, പകരം എന്തായി മാറുന്നു? സിമിലർ ആയി മാറുന്നുണ്ട്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ആ സിമിലാരിറ്റി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് പഠിക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ കണ്ടന്റിലേക്ക് വരാം. അപ്പൊ സിമിലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നല്ല രസകരമായ ചാപ്റ്ററാണ്. ഇത് നമുക്ക് അപ്പോഴും പഠിക്കാം. പക്ഷെ ഞാൻ ചോദിച്ചു, ഈ കണ്ടന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? സിമിലർ എന്നുള്ള കോണ്ടന്റ് മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ആ സിമിലാരിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൺസ്ട്രക്ട് ടു ട്രയാങ്കിൾസ് ഹിയർ. ഇവിടെ ഒരു ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? അവിടെ വേറെ കളർ പോയി. ഇവിടെ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ കണ്ടല്ലോ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത, ദേ ആർ സിമിലർ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. പിന്നെ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. പിന്നെ ഇവിടെ സിമിലാരിറ്റി പറയും. അപ്പം നിങ്ങളിപ്പോൾ അത് ഈ ആംഗിളും ഈക്വൽ ആണ്, കാരണം ഇത് രണ്ടും പാരലാണ്. അപ്പോൾ സിമിലാരിറ്റി വെച്ച് ഇത് രണ്ടും സിമിലർ ആണ്. ഇപ്പം നിങ്ങൾക്ക് പ്രൂഫ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഓടിച്ച് പറയണത് കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. എനിവേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഈ ട്രയാങ്കിളും എന്താണ്? ഇവിടെ നിങ്ങൾക്ക് രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ് ട്രയാങ്കിൾസ്? ഇവിടെ ഈ ട്രയാങ്കിളും പിന്നെ ഏതാ ഈ ട്രയാങ്കിളും, ഈ രണ്ട് ട്രയാങ്കിളും കാണാൻ പറ്റുന്നില്ലേ? ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ശരിക്കും ഇതിന്റെ പ്രൂഫ് ആവശ്യമില്ല, പിന്നെ ഞാനങ്ങ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണല്ലോ, അല്ലേ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. നിങ്ങൾ അങ്ങനെ എടുത്തോളൂ. ഇപ്പൊ പ്രൂഫ് വേണ്ടാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ടല്ലോ. AP, ഇവിടെ നമുക്കൊരു പേര് കൊടുത്തേ. ഇവിടെ ഒരു പേര് പറഞ്ഞേ. ഇവിടെ ഒരു പേര് C കൊടുക്കട്ടെ. ഇത് Dയും കൊടുക്കാം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഈ ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് യു ക്യാൻ സേ അബൌട്ട് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ? ബിക്കോസ് നമുക്ക് സിമിലർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ റേഷ്യോ ബിറ്റ്വീൻ ദിയർ കറസ്പോണ്ടിങ് സൈഡ്സ് മസ്റ്റ് ബി
ഈക്വൽ. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി എ ബി സി അല്ലല്ലോ, എ സി ഡി അല്ലേ, എ സി പി അല്ലേ, എ സി പി ഈസ് സിമിലർ ടു ട്രയാങ്കിൾ എന്താണ് പി ഡി ബി. പി ഡി ബി അതിനും കറസ്പോണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ സിമിലാരിറ്റിക്ക് ഈ കറസ്പോണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഈ ചുമ്മാ എങ്ങനെ പേരെഴുതാൻ പറ്റില്ല. കോൺട്രുവൻസിയിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ കറക്റ്റ് കറസ്പോണ്ടൻസ് കണ്ടെത്തി വേണം എഴുതാൻ. വളരെ സിമ്പിളുമാണ് ഇത്. അത് നമുക്ക് അവിടെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പോൾ എനിവേ ഞാനതങ്ങ് ആദ്യമേ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ നമുക്കറിയാം ദിയർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ സി ബൈ പി ഡി. കറസ്പോണ്ടിങ് സൈഡ്സ് എടുക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. എ സിയുടെ കറസ്പോണ്ടിങ് ഏതായിരിക്കും? പി ഡി അല്ലേ. എ സി ബൈ പി ഡി എന്ന് പറയുന്നത് ഏതിന് തുല്യമായിട്ട് വരും? സി പി ബൈ ഏതാ കറസ്പോണ്ടിങ്? സി പിക്ക് കറസ്പോണ്ടിങ് ഏതാ? ബി ഡി വിച്ച് ഇസ് ഈക്വൽ ടു പിന്നെ ഏതാ? എ സി ബൈ എ പി ബൈ വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് സൈഡ് ഓഫ് എ പി? പി ബി അല്ലെ. സോ നമുക്ക് ഈ റിലേഷൻ കിട്ടും സിൻസ് എന്താണ് ദിസ് ടു ആർ സിമിലർ അല്ലെ. ഇത് സിമിലർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇത് രണ്ടും ട്രയാങ്കിൾസ് രണ്ടും സിമിലർ ആയതുകൊണ്ട് ദിസ് റേഷ്യോ എക്സിസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഇതിന്റെ അർത്ഥം ഇതെന്തായിരിക്കും? വാട്ട് ഈസ് എ പി ബൈ പി ബി? എ പി ബൈ പി ബി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് എ പി ബൈ പി ബി? M1 is M1 by M2. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങനെ തിരിച്ചെഴുതാം. എ സി ബൈ പി ഡി ഈക്വൽ ടു സി പി ബൈ ബി ഡി വിച്ച് ഈസ് ഈക്വൽ ടു M1 ബൈ M2. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ വി ഹാവ് ഒരു റിലേഷൻ കിട്ടി. M1 ബൈ M2നെ കൂടെ എ സി ബൈ പി. പക്ഷേ ഈ എ സിയും പി ഡി ഒക്കെ അറിയണം. എ സി അറിയാവോ? എ സി എത്ര ആയിരിക്കും? വാട്ട് ഈസ് എ സി? അല്ലെങ്കിൽ വാട്ട് ഈസ് പി സി? പി സി എത്രയാ? ഈ പി സിയുടെ ലെങ്ത് അറിയാമോ? പി സിയുടെ ലെങ്ത് ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാ പി സിയുടെ ലെങ്ത് കിട്ടണമെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കുക? കാരണം ഈ ലെങ്ത് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹൗ ഡു വി റൈറ്റ് ദ ലെങ്ത് ഓഫ് പി സി? എനി ഐഡിയ ടു ഗെറ്റ് ദ ലെങ്ത് ഓഫ് പി സി? അപ്പൊ നിങ്ങൾ പറയും സിയുടെ കോർഡിനേറ്റ്സ് ആണ്. വെരി ഗുഡ്. കാരണം പി സിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഫോർമുല കണ്ടെത്തേണ്ടി വന്നത്? ബിക്കോസ് ദ പോയിന്റ്സ് ലൈക്ക് എ പി ആൻഡ് ബി അല്ലെ, ഇതിനെ സംബന്ധിച്ചിടത്തോളം ദീസ് ആർ നോട്ട് പാരലൽ ടു ദ എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ്. ബട്ട് ഇഫ് ദേ ആർ പാരലൽ ടു എക്സ് ആക്സിസ് ഓർ വൈ ആക്സിസ് ഇറ്റ്സ് വെരി സിമ്പിൾ ടു ഡിറ്റർമിൻ ദ ലെങ്ത്. കാരണം നമുക്കറിയാം ഈ പി സിയുടെ ലെങ്ത്, പി സി ഈസ് എ ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. സോ നമുക്ക് ഇവിടുത്തെ കോർഡിനേറ്റ്സ് എഴുതാം. കാരണം ഇവിടെ എക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുന്ന് വെച്ച പെർപെൻഡിക്കുലർ ഇവിടെ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും അല്ലെ. ഇനി ഇവിടെ എന്തായിട്ടിരിക്കുന്ന x2 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? x2 ആയിരിക്കും. ശരിയല്ലേ? ആൻഡ് ദിസ് പോയിന്റ് ഈസ് x1, സോ ദാറ്റ് മീൻസ് ദിസ് ഈസ് x1. കറക്റ്റ്. ഓൺ ദ സിമിലർ റീസൺ ഇവിടെ എന്ത് പറയാം നമുക്ക്? ഈ ബിയുടെ ഈ പോയിന്റ് എന്തായിരിക്കും? ഇതെന്തായിരിക്കും പോയിന്റ്? വാട്ട് ഈസ് ദിസ് പോയിന്റ്? ഈ പോയിന്റ് എന്തായിരിക്കും y ആക്സിസിലെ? y ആണോ? y2. ഇതോ? ഇതെന്തായിരിക്കും? പറയടേ. y. ഇതോ? y1 അല്ലെ. അപ്പൊ നമുക്ക് ഈ കോർഡിനേറ്റ്സ് കിട്ടി. ഇനി നമ്മളുടെ ചോദിച്ചിരിക്കുന്ന ലെങ്ത് ഓഫ് പി സി എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എത്രയാന്നാ ചോദിച്ചിരിക്കുന്നത്. ഹൗ ഡു യു ഗെറ്റ് ദിസ് ലെങ്ത്? ഇതെത്രയാ പോയിന്റ്? ഇതെത്രയാ? ഇതെത്രയുടെ ഈ പോയിന്റ്? 0. അപ്പൊ 0 മുതൽ എക്സ് വരെ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? അപ്പൊ ഇത് ടോട്ടൽ എത്ര യൂണിറ്റാ?
0 മുതൽ എക്സ് വരെ. ഡേയ് നമ്പർ ലൈനിൽ 0 മുതൽ 2 വരെ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാ? 2 യൂണിറ്റ്. അപ്പം 0 മുതൽ എക്സ് വരെ എന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റ് ആയത് ഈ ലെങ്ത്? എക്സ് യൂണിറ്റ്. ഇതാണെങ്കിലോ ഇത് എത്ര യൂണിറ്റാ? x1 യൂണിറ്റ്. Now you tell me what about this PC, length of PC എത്ര യൂണിറ്റ് ആയിരിക്കും? യൂണിറ്റ് മൈനസ് x1 യൂണിറ്റ്. x മൈനസ് x1 അല്ലേ? x മൈനസ് x1 ശരിയല്ലേ? വാട്ട് അബൌട്ട് BD എത്ര യൂണിറ്റ് ആയിരിക്കും അതുപോലെയാണെങ്കിൽ? BD എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ നിങ്ങൾക്ക് ഈ പോയിന്റ് മുതൽ, അതായത് ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ലെങ്ത് അറിയണം. അത് എത്രയാ? ദാറ്റ് ഈസ് ദ 0 to B. എത്രയാ അത്? എത്രയാ ഈ യൂണിറ്റ്, ഈ ലെങ്ത്? x2 യൂണിറ്റ്. അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? BD ആ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ x യൂണിറ്റ് കുറച്ച് x2 മൈനസ് x. സിമിലർലി വാട്ട് ഈസ് AC? AC എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഇത് മുതൽ ഇതുവരെയുള്ളത് y1 മൈനസ് y. വാട്ട് ഈസ് എന്താ അത്? AC കഴിഞ്ഞാൽ PD അല്ലേ? PD എന്തായിരിക്കും? വാട്ട് ഈസ് PD? y minus y2. y മൈനസ് y2. അപ്പം ഞാൻ ഇനി ഇതങ്ങ് എടുത്ത് കളയുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവാം. ഓ ഗുഡ്നസ്. ഇത് കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്കിതിനെ ഒന്ന്, ഇപ്പം നമുക്കിത് ക്ലിയർ ആണല്ലോ. ഇനി അത് നമ്മുടെ കയ്യിലുള്ള ഫോമുല ഇവിടെ കിടക്കട്ടെ. എന്താണ്? AC ബൈ PD ഈക്വൽ ടു CP ബൈ BD ഈക്വൽ ടു M1 ബൈ M2, വേർ AC-യും PC-യും BD ഒക്കെ നമുക്കറിയാം. അപ്പം നമുക്ക് ആദ്യം ഇതിൽ ഞാൻ ഈ PC ബൈ BD എടുക്കുക. വി ഹാവ് PC ബൈ BD ഈക്വൽ ടു M1 ബൈ M2. കാരണം നമുക്ക് രണ്ട് സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കുകയാണ്. വാട്ട് ഈസ് PC? അതെന്താ സാറേ? ഓ താങ്ക് യു സാർ. ആണോ? താങ്ക് യു. വാട്ട് ഈസ് PC? PC is here. What എത്ര അത്? x minus x1. x minus x1 by x2 minus x, which is equal to m1 by m2. My dear students, this is one of the very important formula. നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കിലെ മെത്തേഡ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ സമയമെടുക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വിതിൻ നോ ടൈം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഫോർമുലയാണ്. നമ്മൾ സെക്ഷൻ ഫോർമുലയിൽ എത്തിയിട്ടില്ല, ബട്ട് ദ ഡെറിവേഷൻ ഓഫ് ദ സെക്ഷൻ ഫോർമുല, അതിലൊരു പാർട്ടിൽ നമ്മൾ എത്തുന്ന പാർട്ടാണിത്. എക്സ് മൈനസ് x1 ബൈ x2 മൈനസ് x ഇസ് ഈക്വൽ ടു m1 ബൈ m2. അതായത് നിങ്ങളടുത്ത് റേഷ്യോ എത്രയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ ശരിക്കും കണ്ടുപിടിക്കുന്നത് ഏതാ? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് P ആണ് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതായത് എക്സിന്റെയും വൈയുടെയും വിലയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ എക്സിന്റെയും വൈയുടെയും വില കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എക്സിന്റെയും വൈയുടെയും വില തന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചൂടെ? നമ്മളിപ്പം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിക്കാമല്ലോ. ഇപ്പം x1 y1 തന്നു, x2 y2 തന്നു, എന്നിട്ട് P എന്ന് പറയുന്ന കോർഡിനേറ്റും തന്നു, xyയും തന്നു, ഇതും തന്നു പരീക്ഷയ്ക്ക്. അതായത് ഇപ്പം 2 1, ഇവിടെ 5 3, ഇവിടെ 7 4 ഇങ്ങനെ തന്നു. അപ്പോൾ ഇതിലെല്ലാം തന്നിട്ട് പറയുകയാണ് ഈ P divides this line segment in a particular ratio. Find the ratio at which this point divides this line segment AB എന്ന് നിങ്ങളെടുത്ത് ചോദിച്ചാൽ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. യു വോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ബട്ട് ദിസ് ഈസ് ആക്ച്വലി ദ പാർട്ട് ഓഫ് ദ ഡെറിവേഷൻ. അപ്പോൾ പാർട്ട് ഓഫ് ദ ഡെറിവേഷൻ ഇത് നമ്മൾ അടിച്ചു മാറ്റുന്നതായത്. സോ എല്ലാവരും നോട്ട് ചെയ്തല്ലോ. ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഇത് നിങ്ങൾ മനസ്സിൽ കിടക്കണം. അതുപോലെ തന്നെ മറ്റൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അതിൻ്റെ രണ്ടിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. എന്താണെന്നറിയോ? അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റേതെന്താ? യു നോ വാട്ട് AC ബൈ PD ഈക്വൽ ടു
m1 by m2. അപ്പോൾ ഇവിടെ AC by PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? y1 minus y by പറഞ്ഞോളൂ, y minus y2 which is equal to m1 by m2. Okay. Okay. y1 minus y by y minus y2 is equal to, ഇതെന്തോ കറക്ഷൻ ഉണ്ടോ അവിടെ? y minus y1 അല്ലേ എഴുതിയിരിക്കുന്നത്. AC is what? AC is y1 minus y by y minus y2. Okay, correct, no problem. AC by PD. Okay. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ ഈ y1 ഉം y2ൻ്റെയൊക്കെ പൊസിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് x1 y1 എവിടെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫോർമുല വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളുടെ മനസ്സിലത് ഉണ്ടാവണം. x മൈനസ് x1 ബൈ x2 മൈനസ് എക്സും y മൈനസ് y1 ബൈ y2 മൈനസ് വൈയും അങ്ങനെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം എന്ന് ഞാൻ പറയും. കാര്യം നിങ്ങൾ ഇവിടെ x മൈനസ് x1ഉം x2 മൈനസ് എക്സും എടുക്കുമ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ എടുത്താൽ നിങ്ങളുടെ മനസ്സിൽ അത് പെട്ടെന്ന് കിടക്കും. ഇപ്പോൾ y1 മൈനസ് y ബൈ y മൈനസ് y2 എന്ന് പറയുന്നതും y മൈനസ് y1 ബൈ y2 മൈനസ് y എന്ന് പറയുന്നത് സെയിം അല്ലേടെ? എന്താ കാര്യം? ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ y1 മൈനസ് y എന്ന്, കാരണം ഇതിൻ്റെ ആ ഒരു സൈക്ലിക് ഓർഡറിലല്ല ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് ദ സെയിം വാല്യൂ. നോക്ക്, ഇവിടെ ഞാൻ -1 എടുത്തു. -1 ഇൻറ്റു y മൈനസ് y1 ബൈ -1 ഇൻറ്റു y2 മൈനസ് y ഈക്വൽ ടു m1 ബൈ m2. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y ഇസ് ഈക്വൽ ടു m1 ബൈ m2. ഇപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. കാരണം ഈ ഫോർമുലയും റിസംബിൾസ് ടു ദിസ് വൺ. കാരണം x മൈനസ് x1 ബൈ x2 മൈനസ് x കണ്ടോ? ആ ഒരു പാറ്റേണിൽ തന്നെ നമുക്ക് അടുത്തതും പറയാം, y മൈനസ് y1 ബൈ y2 മൈനസ് y. ക്ലിയർ? അപ്പം നിങ്ങൾ ഇത് രണ്ടും ബോക്സിൽ എഴുതിയിടണം. ഏതൊക്കെയാ? x മൈനസ് x1 ബൈ x2 മൈനസ് x ഇസ് ഈക്വൽ ടു m1 ബൈ m2 എന്നുള്ളതും y മൈനസ് y1 ബൈ y2 മൈനസ് y ഇസ് ഈക്വൽ ടു m1 ബൈ m2 എന്നുള്ളതും ഫോർമുല നിങ്ങൾ എവിടെ എഴുതിയിടണം? പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ എ ബ്രാക്കറ്റ്, മീൻസ് ബോക്സ്. എഴുതിയെടുത്തോ? ഓക്കെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഫോർമുല ഡിറൈവ് ചെയ്യാം. അതായത് x മൈനസ് x1 ബൈ x2 മൈനസ് എക്സ്. ഇതിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഞാനത് പറഞ്ഞു പോകാൻ വേണ്ടി ഡു ദ പ്രോബ്ലംസ് അത് കുറച്ചും കൂടെ എലോബറേറ്റ് ആയിട്ട് പറയാം. ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയും ക്വസ്റ്റ്യൻ തരാമല്ലോ. എ എന്ന് പറയുന്നത് 1 2 ആൻഡ് ബി ഈസ് സം x0 ആൻഡ് സി എന്ന് പറയുന്ന, അതായത് പി ഇൻ ബിറ്റ്വീൻ ദാറ്റ് എ ബി ഒരു പോയിന്റ് പി ഈസ് 1 3 ഇങ്ങനെ തന്നു. ദെൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഹിയർ അല്ല, ഫൈൻഡ് ദ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഇവിടെ ഉറപ്പാണ്. കാരണം ഇവിടെ കോർഡിനേറ്റ്സ് ഓഫ് എക്സ് എല്ലാം ഇല്ല. കണ്ട, ഇത് 3 ഇത് x1 അല്ലേ, ഇത് x2, ഇതെന്താ എക്സ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ x1 ഉണ്ട്, x2ഉം എക്സും തന്നിട്ടുണ്ട്. പക്ഷെ ഏത് തന്നിട്ടില്ല? x2 ഈസ് നോട്ട് ഗിവൺ. അപ്പോൾ നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാൻ പോയാൽ നമുക്ക് m1 ബൈ m2 കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് ഫോർമുല എടുക്കും? ദ സെക്കൻഡ് വൺ, y മൈനസ് y1 ബൈ y2 മൈനസ് y. അവിടെ ആകുമ്പോൾ y1 ഉണ്ട് അല്ലേ, y1 ഈസ് ദെയർ, y2 ഈസ് ദെയർ ആൻഡ് y ഈസ് ആൾസോ ദെയർ. സോ നോ പ്രോബ്ലം, ബിക്കോസ് വി ഗെറ്റ് എക്സാക്ട്ലി എ ന്യൂമറിക്കൽ വാല്യൂ ഫോർ m1 ആൻഡ് m2. അതർവൈസ് ഇറ്റ് അഗെയിൻ ഇൻ എ വേരിയബിൾ ഫോം നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് ഓരോന്നിനും സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ പർട്ടിക്കുലർ ഫോമിൽ എവിടെ ഉപയോഗിക്കണമെന്ന് ആ സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാവും. നൗ വി ടേക്ക് ദിസ് വൺ ഫസ്റ്റ്, x മൈനസ് x. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? m2 ഇൻറ്റു x മൈനസ് x1 is equal to m1 ഇൻറ്റു x2 മൈനസ് x. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ ഇതിനെ ഇൻറ്റു ചെയ്ത് m2 x മൈനസ് m2 x1 equal to m1 x2 minus m1 x. Now again നമ്മൾ എക്സിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ചിടാം.
x1 y1 ഒക്കെ ഉള്ളതിനെ അപ്പുറത്തോട്ടും മാറ്റാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ടല്ലോ -m1x, ദാറ്റ് ക്യാൻ ബി ടേക്കൺ ടു ദിസ് സൈഡ്. സോ m2x പ്ലസ് വാട്ട് m1x, because it is subtracted here. When it is taken to LHS, it should be added with the term in LHS. ഇനി അതുപോലെ ഇവിടെ സബ്ട്രാക്റ്റഡ് ആണ്, അത് അപ്പുറത്ത് പോകുമ്പോൾ ആഡഡ് ആവും. അപ്പോൾ m1x2 പ്ലസ് m2x1 ഇങ്ങനെ കിട്ടും. സോ ഇവിടെ രണ്ടിലും എക്സ് ഈസ് കോമൺ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എക്സിന്റെ ടൈം ഒരുമിച്ച് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ ബിക്കോസ് ദാറ്റ് ഈസ് ദ അൺനോൺ ദാറ്റ് ടു ബി ഡിറ്റർമിൻഡ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സിന്റെ ടൈം നമ്മൾ അങ്ങനെയാണല്ലോ ലീനിയർ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്തേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? എക്സിന്റെ ടൈം ഉള്ളതിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നു. സോ എക്സ് ഇൻറ്റു m1 പ്ലസ് m2 ഇസ് ഈക്വൽ ടു m1x2 പ്ലസ് m2x1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? m1x2 പ്ലസ് m2x1 by m1 plus m2. And the similar way we can find y also, because we require y also, because xy എന്നുള്ളതാണല്ലോ വേണ്ടത്. അപ്പോൾ എന്താ കിട്ടും? m1y2 plus m2y1 divided by m1 plus m2. ഇതെപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾ ഇതെടുത്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അത് ചെയ്ത് കാണിക്കാമല്ലേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഡെറിവേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് പി, എക്സും വൈയും. അപ്പോൾ ഇത് ഒന്നും കൂടെ ഞാനത് സ്പഷ്ടമായിട്ട് ഇവിടെ എഴുതാം. നമ്മൾ ഒരു ലൈൻ സെഗ്മെൻറ്റിനെ എന്ത് ചെയ്തു? ഈ ലൈൻ സെഗ്മെൻറ്റ് പി എ x1 y1 and b x2 y2 is divided by a point എന്താ p such that the coordinates of P is not given and the ratio at which these points are divided is given as m1 is to m2, then രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. The ratio, if the point's coordinate is given, then you can find the ratio using the formula what? m1 by m2 is equal to x minus x1 by x2 minus x. അല്ലെങ്കിൽ or ഏത് ഫോർമുലയാ? or m1 by m2 is equal to y minus y1 by y2 minus y എന്ന രണ്ടാമത്തെ ഫോർമുലയും ഉപയോഗിക്കാം. ഇതിലേത് ഫോർമുല വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമ്മൾ ശരിക്കും കണ്ടുപിടിക്കാൻ പോയത് ഇതിന്റെ കോർഡിനേറ്റ്സ് ഓഫ് എക്സ് വൈ ആണ്. സോ വാട്ട് ഈസ് എക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു m1x2 പ്ലസ് m2x1 by m1 പ്ലസ് m2 ഉം y is equal to m1y2 plus m2y1 by m1 plus m2 ഉമാണ് നമ്മുടെ കോർഡിനേറ്റ്സ്. സോ ദിസ് കോർഡിനേറ്റ്സ് അഗെയിൻ ക്യാൻ ബി റിട്ടൺ ആസ് വാട്ട്? എക്സ് വൈ. എങ്ങനെ എഴുതുക? എക്സ് വൈ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? m1 x2 plus m2 x1 by m1 plus m2 and m1 y2 plus m2 y1 by m1 plus m2. So this is what the way we represents the coordinates of the point P which divides the line segment AB in the ratio m1 is to m2. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും പെട്ടെന്ന്. ഉണ്ടോടെ?